എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക്. പേജ് നമ്പർ 126 നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ബാഡ് ഹാബിറ്റ്സ് അഫക്റ്റിംഗ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള പാഠഭാഗമാണ്. അല്ലെങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശീലങ്ങൾ എന്ന് വെച്ചാൽ ഏതെല്ലാം ദുശീലങ്ങളാണ് ഒരു വ്യക്തിയുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, 125 ചോദ്യം. വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ആൽക്കഹോളിസം ഇൻ വുമൺ? അതായത് ഈ മദ്യപാനം സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന പരിണിതഫലങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കഹോളിസം, യൂസ് ഓഫ് ഡ്രഗ് ആൻഡ് സ്മോക്കിംഗ് ക്യാൻ കോസ് ഹോർമോണൽ ഇംബാലൻസ്. അതായത് ഒരു സ്ത്രീയുടെ ശരീരം ശരിയായ രീതിയിലുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കണം. എന്തിനാണ്? അവളുടെ മെൻസ്ട്രൽ സർക്കിളിന് വേണ്ടിയിട്ട്, അവളുടെ ശരീരത്തിന് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഗർഭസ്ഥമായിരിക്കുന്ന ശിശുവിന് ശരിയായ രീതിയിൽ പോഷണം ലഭിച്ചുകൊണ്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് എന്ത് പറ്റും? മെൻസ്ട്രേഷനും ഓവുലേഷനും ഡിസോർഡേഴ്സിന് വുമൺ ആ സ്ത്രീക്ക് പ്രത്യേകമായിട്ടും ഇറഗുലർ മെൻസ്ട്രേഷൻ ആയിരിക്കും ആൽക്കഹോളിസം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതായത് ഓവുലേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഗർഭാശയത്തിൽ നിന്നും അണ്ടം റിലീസ് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ അണ്ടവിസർജനത്തെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഇറഗുലർ മെൻസ്ട്രേഷനും ഓവുലേഷനും ഇറഗുലറായിട്ട് സംഭവിച്ചാൽ ഗർഭധാരണത്തെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇനി 125 ചോദ്യം. വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ആൽക്കഹോളിസം ഇൻ മെൻ? അതായത് ഒരു പുരുഷനിൽ മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ മെൻ ദിസ് ക്യാൻ ലീഡ് ടു ഡിക്രീസ്ഡ് സ്പേം എഫിഷ്യൻസി ആൻഡ് മോട്ടിലിറ്റി. അതായത് ഒരു പുരുഷനിൽ ഡിക്രീസ്ഡ് സ്പേം എഫിഷ്യൻസി, അതായത് സ്പേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പുരുഷ ബീജത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ കുറവും അതുപോലെ തന്നെ മൊബിലിറ്റി, അതായത് പുരുഷ ബീജത്തിൻ്റെ ചലനത്തെയും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സ്പേമിൻ്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുന്നു, അതിൻ്റെ ആ ഒരു കപ്പാസിറ്റിയെ കുറയ്ക്കുന്നു, സ്പേമിൻ്റെ മൊബിലിറ്റിയെ കുറയ്ക്കുന്നു. ഇനി 126 ചോദ്യമാണ്. വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി? ഈ ഗർഭധാരണ സമയത്ത് ഒരു സ്ത്രീ ഈ ആൽക്കഹോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ മദ്യവും പുകവലിയും ഈ മയക്കുമരുന്നും ഉപയോഗിക്കുന്നു കൊണ്ടുവരുന്ന പരിണിതഫലം എന്താണ്? സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി ക്യാൻ കോസ് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഇൻ ദ ഫീറ്റസ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ പുകവലിയും മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കൊണ്ട് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻ കോസ് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ്. അതായത് ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഡിസോർഡേഴ്സ് ശരിയായ രീതിയിൽ സംഭവിക്കാതെ ഇരിക്കാം ഫീറ്റസിൻ്റെ. എക്ടോപിക് പ്രഗ്നൻസി, അതായത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഒക്കേഴ്സ് വെൻ എ ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ്സ് ഔട്ട്സൈഡ് ഓഫ് ദ യൂട്രസ് യൂഷ്വലി ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. അതായത് ഫെലോപ്പിയൻ ട്യൂബിനകത്ത് പ്രഗ്നൻസി ഒക്കേർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട്. ആൻഡ് മിസ് ക്യാരേജ്, അതായത് ശരിയായ രീതിയിലല്ലാതെ ആ പ്രഗ്നൻസി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇൻ ഷോർട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ സബ്സ്റ്റൻസസ് ഓഫ് അബ്യൂസ് അഫക്ട്സ് ഫെർട്ടിലിറ്റി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതായത് ഇത്തരത്തിലുള്ള മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളും പുകവലിയും എല്ലാം, അതിപ്പോൾ നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന സാധനമാണെങ്കിലും കുടിക്കുന്നതാണെങ്കിലും ബാക്കിയുള്ള ഇതാണെങ്കിലും, ഇതെല്ലാം ആൺകുട്ടികൾ ഉപയോഗിച്ചാലും പെൺകുട്ടികൾ ഉപയോഗിച്ചാലും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതായത് പ്രത്യുൽപാദനത്തിന് അത് വളരെയധികം ദൂഷ്യം ചെയ്യുന്നതായിരിക്കും. അത് കാരണം കൊണ്ട് പൊന്നുമക്കളെ നിങ്ങളാരും അതൊന്നും ഉപയോഗിച്ചേക്കരുത്. ഇനി 127 ചോദ്യം. വൈ പ്രഗ്നന്റ് വുമൺ ഷുഡ് അവോയ്ഡ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി? എന്തുകൊണ്ടാണ് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ മദ്യപാനവും ഡ്രഗ് ഉപയോഗവും അതുപോലെ സ്മോക്കിങ്ങും പുകവലിയും എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, പ്രഗ്നൻസി ടൈം മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രത്യേകിച്ചും ഗർഭിണികൾ ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് എഴുതാം. ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ് ആൻഡ് സ്മോക്കിംഗ് ക്യാൻ കോസ് ഹാർമോണിയൽ ഇംബാലൻസ്, ഇറഗുലർ മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷൻ ഡിസോർഡേഴ്സ് ഇൻ വുമൺ. അതായത് ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്യും? ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഹോർമോണുകളുടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ബാലൻസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഇറഗുലർ മെൻസ്ട്രേഷൻ, അതായത് മെൻസ്ട്രേഷൻ 28 ദിവസം കൂടുമ്പോൾ മെൻസ്ട്രൽ സർക്കിൾ തുടരണം, പക്ഷേ അത് അങ്ങനെ 28 ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് തുടങ്ങുകയില്ല. ആൻഡ് ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ഈ അണ്ടവിസർജനത്തിനും ഉള്ള ഒരു ചെറിയ പ്രശ്നം, വലിയ പ്രശ്നം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്മോക്കിംഗ്, ആൽക്കഹോളിസം and drug abuse during pregnancy can cause developmental disorders in fetus.
എക്ടോപിക് പ്രഗ്നൻസി ആൻഡ് മിസ്കാരേജ്. അതുപോലെ തന്നെ എക്ടോപിക് പ്രഗ്നൻസിക്കും മിസ്കാരേജിനും ഇത് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഇൻ ഷോർട്ട് സബ്സ്റ്റൻസസ് അബ്യൂസ് എഫക്ട് ഫെർട്ടിലിറ്റി ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതുകൊണ്ട് തന്നെ ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ റിപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റിയെ അത് വളരെ കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 127-ാമത്തെ പേജാണ്. ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. 127-ാമത്തെ പേജിൽ. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാം. വാട്ട് ആർ ദ ഫിസിക്കൽ എക്സാമിനേഷൻസ് നീഡഡ് ടു ബി ഡൺ ഫോർ ദ പ്രഗ്നൻറ്റ് വുമൺ? ഏതെല്ലാം ശാരീരികമായിട്ടുള്ള എക്സാമിനേഷൻ ചെക്കപ്പുകളാണ്, ടെസ്റ്റുകളാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക്, ശാരീരിക പരിശോധനകളാണ് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് ഒത്തിരി ചെക്കപ്പുകൾ വേണ്ടതാണെന്ന്. അപ്പോൾ ഏതൊക്കെയാണ്? ദ ഫിസിക്കൽ എക്സാമിനേഷൻ നീഡഡ് ടു ബി ഡൺ ഫോർ ദ പ്രഗ്നൻറ്റ് വുമൺ ആർ. അതായത് ശാരീരിക പരിശോധനകൾ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് വേണ്ടത്: ചെക്ക് ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വെയിറ്റ്, അതായത് ഭാരം ചെക്ക് ചെയ്യണം. ഹൈറ്റ്, ഉയരം ചെക്ക് ചെയ്യണം. ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് പ്രഗ്നൻറ്റ് വുമൺ. അതുപോലെ തന്നെ അവളുടെ ശാരീരിക കണ്ടീഷൻ അവസ്ഥകളെക്കുറിച്ചും എപ്പോഴും ഡോക്ടർ ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി 129-ാമത്തെ ചോദ്യം: ഹൗ ഷുഡ് ബി ദ വെയിറ്റ് ഇൻക്രീസ് ഓഫ് ദ പ്രഗ്നൻറ്റ് വുമൺ? എങ്ങനെയാണ് പ്രഗ്നൻറ്റ് വുമണിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ട് വരേണ്ടത് പ്രഗ്നൻസിക്ക് എന്നുള്ളതാണ്. ആഫ്റ്റർ ദ ഫസ്റ്റ് 3 വീക്സ്, അതായത് ഒരു സ്ത്രീ ഗർഭിണിയായി 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എ പ്രഗ്നൻറ്റ് വുമൺ ഷുഡ് ഗെയിൻ വെയിറ്റ് ഓഫ് 2 kg എവറി മന്ത്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീ 2 കിലോ വീതം അവളുടെ ശരീരത്തിൻ്റെ ഭാരം കൂടി വന്നുകൊണ്ടിരിക്കണം. അതായത് അവളുടെ തൂക്കം കൂടി വന്നുകൊണ്ടിരിക്കണം. എല്ലാ മാസത്തിലും 3 ആഴ്ച ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ എല്ലാ മാസവും 2 കിലോ വീതം തൂങ്ങി കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കണം. ആൻഡ് സോ ദ ബോഡി വെയ്റ്റ് ഷുഡ് ബി ചെക്ക്ഡ് റെഗുലർ ഇൻ്റർവെൽസ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഭാരം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചെക്ക് ചെയ്തുകൊണ്ട്, അങ്ങനെ തൂക്കം കൂടി വരുന്നില്ലെങ്കിൽ അതിന് അനിവാര്യമായ രീതിയിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇനി 130-ാമത്തെ ചോദ്യം: വാട്ട് ആർ ദ ബ്ലഡ്സ് ആൻഡ് യൂറിൻ ടെസ്റ്റ് നീഡ്സ് ടു ബി ഡൺ ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ? ഏതെല്ലാമാണ് ബ്ലഡിൻ്റെയും യൂറിൻ്റെയും, അതായത് രക്തത്തിൻ്റെയും യൂറിൻ്റെയും ടെസ്റ്റ് ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് വേണ്ടത്? ചെക്ക് ദ ബ്ലഡ് ഗ്രൂപ്പ്, ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, ഗ്ലൂക്കോസ് ആൻഡ് TSH, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ചെക്ക് ചെയ്യണം, ഹീമോഗ്ലോബിൻ്റെ ലെവൽ എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, ഗ്ലൂക്കോസിൻ്റെ ലെവൽ എത്രയാണെന്ന് ചെക്ക് ചെയ്യണം, THS അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ അവളുടെ ശരീരത്തിലുള്ള യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. HIV ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അനീമിയ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ആൻഡ് മലേറിയയും അത് ഗർഭകാല സമയത്തുണ്ടാകുന്ന ഷുഗർ അസുഖത്തെയും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആഫ്റ്റർ 7 months എ യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് ഈസ് ഡൺ ടു ചെക്ക് ദ ഹൈ ബ്ലഡ് പ്രഷർ. അതായത് 7 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ യൂറിനിലുള്ള ആൽബുമിൻ ടെസ്റ്റ് കൂടെ നടത്തുന്നുണ്ട്. ഓക്കെ, ഇത്രയും ടെസ്റ്റുകളാണ് ഒരു സ്ത്രീക്ക് നടക്കേണ്ടതായിട്ടുള്ളത്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഡൂയിങ് അൾട്രാസൗണ്ട് സ്കാൻ ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ? ഓക്കെ, എന്താണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങും കൊണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് കിട്ടുന്ന ഗുണം? ഓക്കെ, ദ നീഡ് ഓഫ് ഡൂയിങ് അൾട്രാസൗണ്ട് സ്കാൻ ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ ഈസ് ടു അക്സസ് പൊസിഷൻ ഓഫ് ദ പ്ലാസൻഡ. അതായത് ഈ പ്ലാസൻഡയുടെ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഗ്രോത്ത് ഓഫ് ദ ഫീച്ചേഴ്സ്, ഏത് രീതിയിലാണ് ഈ ഫീച്ചേഴ്സ്, അതായത് ഗർഭത്തിലിരിക്കുന്ന ശിശു വളരുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജെനറ്റിക് അബ്നോർമാലിറ്റീസ്, ഏതെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റി, ശരിയല്ലാത്ത രീതിയിലുള്ള വളർച്ച ഉണ്ടെങ്കിൽ അത് കാണുവാനായിട്ട് സാധിക്കും. ആൻഡ് ദ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ, ഒന്നിൽ കൂടുതൽ എംബ്രിയോ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയുവാനായിട്ട് സാധിക്കും. ആൻഡ് അൾട്രാസൗണ്ട് സ്കാൻ ഈസ് യൂഷ്വലി ഡൺ ബിറ്റ്വീൻ 8 to 14 വീക്സ്. അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് നടക്കുന്നത് എപ്പോഴാണ്? 8 മുതൽ 14 വരെയുള്ള ആഴ്ചകളിലാണ് എന്ത് നടക്കുന്നത്? അൾട്രാസൗണ്ട് സ്കാനിങ് നടക്കുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.